ഇനി പന്തീരങ്കാവ് പീഡനക്കേസിലേക്ക്. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ യുവതി ചികിത്സ തേടിയ ഡോക്ടറുടെ മൊഴി പുറത്ത്. യുവതി മർദ്ദനത്തിന് ഇരയായെന്നും സ്കാനിംഗ് നടത്താൻ നിർദ്ദേശിച്ചു എന്നും ഡോക്ടർ മൊഴി നൽകി. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ദീപക് തരമടം കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകും. ദീപക്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയും. SKN, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ രാഹുൽ പി ഗോപാൽ മുഖ്യപ്രതിക്കെതിരെ നിർണായകമായ ഒരു മൊഴി പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ഇന്നലെയാണ് പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ, അതായത് ഈ ഇരയ്ക്ക് ചികിത്സ നൽകിയ ഡോക്ടറെ മൊഴി രേഖപ്പെടുത്തിയത്. അവിടെയുള്ള ആശുപത്രിയിൽ പോയി തന്നെയായിരുന്നു മൊഴിയെടുത്തത്. ആ മൊഴിയിൽ വളരെ നിർണായകമായ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മർദ്ദനം നടന്നു, മർദ്ദനപ്പാടുണ്ടായിരുന്നു, പരുക്കുകളോടുകൂടിയായിരുന്നു തൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്നത്. മാത്രമല്ല, വിശദമായ ചികിത്സയും പരിശോധനയും ആവശ്യമായതുകൊണ്ട് സ്കാനിംഗ് നിർദ്ദേശിച്ചു എന്നതുകൂടി ഡോക്ടറുടെ മൊഴി വന്നിരിക്കുന്നു. അതായത് ഗാർഹിക പീഡന കേസിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിക്ക് ആനുകൂല്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കരുതൽ നടപടി. കാരണം പ്രത്യേകിച്ചും ഈ പന്തീരങ്കാവ് പോലീസ് തുടക്കത്തിൽ പ്രതിക്കൊപ്പം നിന്നു എന്നുള്ളതും പ്രതിക്ക് രാജ്യം വിടാൻ സഹായം നൽകി എന്നുള്ളതൊക്കെയുള്ള ആക്ഷേപം വരികയും 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വരികയും ചെയ്ത കേസാണ്. ഏതായാലും ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ സാജു പി എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം, മാത്രവുമല്ല പോലീസ് തലപ്പത്ത് നിന്നും ADGP തലത്തിൽ തന്നെ ഈ കേസിന്റെ റിവ്യൂ നടക്കുന്നുണ്ട്. ADGP വെങ്കടേഷും MR അജിത് കുമാറും ഒക്കെ ഓൺലൈൻ റിവ്യൂ ഈ കേസിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SKN, ഇതിൽ ബ്ലൂ കോർണർ നോട്ടീസ് സർവ് ചെയ്തിരുന്നു. കേരളത്തിലെ നോഡൽ ഏജൻസിയായ ക്രൈംബ്രാഞ്ച് ഇന്ത്യയിലെ നോഡൽ ഏജൻസി CBI മുഖേനയാണ് ഈ ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചത്. പക്ഷേ അതിൻ്റെ ഫലം ഇതുവരെയും വന്നിട്ടില്ല. ഫലം വന്നതിന് ശേഷം മാത്രമാണ് റെഡ് കോർണർ നോട്ടീസിലൂടെ ഈ രാജ്യാന്തര ഉടമ്പടിയുടെ ഭാഗമായി ഈ പ്രതിയെ ഡീപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പറ്റൂ. പക്ഷേ എന്നാൽ ഫ്രാൻസിലെ ഇന്റർപോൾ ആസ്ഥാനത്തിൽ നിന്നും അതിൻ്റെ മറ്റു നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പോലീസ് തലപ്പത്തു നിന്നും ലഭിക്കുന്ന വിവരം. SKN, ഏതായാലും ബ്ലൂ കോർണർ നോട്ടീസ് ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ റെഡ് കോർണർ നോട്ടീസിനുള്ള നടപടി കേരള പോലീസ് ആരംഭിക്കുകയുള്ളൂ. SKN. ഓക്കെ, താങ്ക് യു ദീപക് തരമടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.